ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി എഗ് റോസ്റ്റാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു എഗ് റോസ്റ്റാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മുട്ട റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നല്ലതും. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള 2 സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ കൂടുതലൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ സവാള കുറച്ച് കൂടുതൽ ചേർക്കുക. പിന്നെ എഗ് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സവാള കുറച്ചുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ സവാള നല്ല നൈസായിട്ട് തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് പച്ചമുളക് കുറച്ച് കുറവ് മതി. അപ്പോൾ ഇത് നല്ലതുപോലെ വഴണ്ട് വരണം. നല്ലതുപോലെ വഴണ്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുമ്പോൾ ബാക്കിയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരുപാട് പൊടികളോ മസാലകളോ ഒന്നും ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കണ്ട. ഞാൻ ഈ ഒരു പൊടികൾ മാത്രമാണ് ചേർക്കുന്നത്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വയ്ക്കുക. വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും അതിലേക്ക് നല്ലതുപോലെ ആ പൊടികളെല്ലാം പിടിച്ചിട്ടുണ്ടാവും. ആ ഒരു സ്മെല്ലെല്ലാം വ്യത്യാസം വന്നു തുടങ്ങും. ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു 2-3 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ആ ഒരു വെള്ളം മിക്സ് ആയതിനു ശേഷം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ടോട്ടൽ ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം നല്ലതുപോലെ ആ ഒരു മസാല പിടിപ്പിച്ചെടുക്കാം. ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചാണ്. മുട്ടക്കറിയിൽ ചെറിയൊരു മധുരം വേണം എന്നുള്ളവർക്ക് മാത്രം. പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന മുട്ടക്കറിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. അതിന് പകരം ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്താലും മതി. അവസാനമായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇടിച്ച കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ടയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇത് 2ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. എന്തായാലും ഇതൊന്ന് മിക്സ് ആക്കി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും ആ ഒരു മുട്ടയിലേക്കും ആ ഒരു മസാലയെല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈസിയാണ്. വളരെ എളുപ്പത്തിൽ ഒരു 5-10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ്. മസാലയൊന്നും ഒരുപാട് ഉണ്ടാവില്ല. ഒരു മസാല കുത്തോ ചൊവയൊന്നും ഇല്ലാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.